അപ്പോൾ സുഹൃത്തുക്കളെ, കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വട്ടം കറക്കൽ മത്സരം നൂറയുടെ ചാലഞ്ച് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ അർഷു ഇവിടെ ആരംഭിക്കുകയാണ്. കറക്ക് നൂറ. ഓ കൗത്തിലാ സൂം ചെയ്താ കൗത്തുക്ക് ഇപ്പോൾ സീനാട്ടോ. ഓ ഊര പോലെ യൂസ് ചെയ്താതെ വെറും കൗത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓ ഓ മോനെ. അടുത്തതായി വണ്ടൂരിൽ നിന്നും നൂറയുടെ ചാലഞ്ച്. ഹൈ മേ അതിൻ്റെ സൂനയൊക്കെ തെറിച്ചു പോയിട്ടോ. പീടിയക്കാർ ഇപ്പോൾ വരും. അരച്ച് കറക്ക് നോക്കട്ടെ. ഇല്ല വേക്കൂല, ഈസി അല്ല. ഞാനാണെങ്കിൽ ഇജ്ജവിടെ കറക്കണ ആരും കാണൂല. ഞാൻ ഇനി ഇവിടെ ഇത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മേലേക്ക്. നൂറ എനിക്ക് കൂട്ടാ ഇതൊന്നും വാങ്ങിയാലോ? മാറിക്കുന്നു. ബുക്ക് 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 തെറിപ്പിച്ചല്ലോ. ഹർഷ അതറിയുണ്ട് ഓള് ഓടിട്ടോ. ഈ ബുക്ക് പരിപാടി അറിയിട്ടോ. ചെറിയ ബോഡി ലാംഗ്വേജ് മതി, നമ്മൾ അളകണമെന്നില്ല. ഇത് ചെറിയ കുട്ടിയൊക്കെ വെയ്ക്കുള്ളൂ, അതാ പ്രശ്നം. വയർമലോ കൊണ്ട രണ്ടെണ്ണോ? ഇവള് കറക്റ്റ് നൂറ ജംബോ സർക്കസ് മെറ്റീരിയൽ ആട്ടോ. ഓ ആട് മയിലാട്ടം ആട് കുയിലാട്ടം. ഇത് പീഡിയക്കാർക്ക് അധികം ആക്സസ് ഇല്ലാത്ത ഏരിയ കേട്ടോ. ആ എടത് ഒന്ന് കറക്കിയാ 100 എണ്ണം കറക്കാൻ വെക്കും. അലൈൻമെന്റ് തെറ്റി കറക്കല്ലേ. വലുതായോ അതെ. അതൊക്കെ ഇഷ്യൂ ചെരുപ്പിന്റെ കട്ടിയൊക്കെ 2 ഇഞ്ചിന്റെ ചെരുപ്പാണ് കേട്ടോ. 7ാം ക്ലാസ്സിലെത്തി തോന്നിക്കാൻ വേണ്ടിട്ട്. ഏതാ കൊട അമുക്കി പിടിച്ചു വരുന്നേ? ഇതോ ഞാനോ എപ്പോ? ഓ ലോയൽ ഗേൾ ഫ്രണ്ട് ആട്ടോ ജിന്റെ. കഴിഞ്ഞൊന്നും വാങ്ങിക്കുന്ന ആ കൊടയിട്ട് ഇപ്പോഴും ഇന്നെ കാണാൻ വരുന്നു. അതിൻ്റെ ഒരു സ്നേഹം. എന്താ വർത്താനോ? ഇതെങ്ങനെയുണ്ട്? അന്ന് കൂടെ വണ്ടി നല്ലത്. ഇത് വേറെ വണ്ടി. നിഷ്കളങ്ക ഐഷ്. എനിക്കങ്ങനെ വണ്ടികൾ കണ്ട തിരിച്ചറിയണില്ല. എപ്പോഴും ഒരേപോലെ തോന്നാണ്. പറമ്പ സ്കൂളിൽ വന്ന് പൊട്ടിച്ചാലോ? പ്ലീസ് പറമ്പ സ്കൂളിൽ കൂടെ കറക്കിയാലോ? എന്നെ വെച്ചിട്ട് ക്ലാസ് കിട്ടാലോ? ക്ലാസ് കയറ്റി വെച്ചാലോ? ഇങ്ങനെ ഒരു ടയർ മാത്രം. എന്താ തിന്ന് രാവിലെ? പുട്ട്. അതാണ് ഈ തള്ളണേ നിന്നാണ്ട്. ഇതെന്തിനാ കടലക്കറി കൊണ്ടുപോകാനോ? പോകല്ലേ, എന്താ തിരക്ക്? സ്കൂളുണ്ടോ? ഇപ്പം ഇഞ്ചിന്റെ അവസ്ഥ ഒന്ന് ഓഡിയൻസിന് പറഞ്ഞത്. ഇന്നെ പണ്ടത്തെ പോലെ കാണാൻ കിട്ടലുണ്ടോ? ആ ഇവിടെ ഉണ്ടാവലുണ്ടോ? ഇല്ല. ഈ വൈക്ക് വരലുണ്ടോ? എങ്ങോട്ട് പോവാണ് ഞാന്? ഞാൻ എങ്ങോട്ടാ പോണേ? ഞാൻ എന്താ ഇവിടെ ഇല്ലാത്തത്? പരിപാടിക്ക് മനസ്സിൽ നമ്മൾ വിചാരിച്ചപ്പോഴത്തേനാണ് നൂറ് നമ്മളെ കൂടെ വന്നിട്ട് ഈ ബ്ലോഗിൽ നമ്മളെ കൂടെ പങ്കുചേർന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു, അതാണ് ഇന്നലെ വരാൻ പറ്റുന്നത്. സ്കേറ്റിംഗ്. എന്റെ സ്കൂളിലെ കുട്ടികളെ കണ്ടു ഞാൻ ഇന്നലെ. 7ാം ക്ലാസ്സിലെ ഓലെന്നെ വിളിക്കല് ചൊറുക്കാണല്ലോ. സ്കൂളിലെ ചൊറുക്ക്. സ്കൂളത്തെ ചൊറുക്കാണ്. നിങ്ങള് ചൊറുക്കിന്റെ ഏട്ടനല്ലേ? എന്റെ അരച്ച പേരാ അങ്ങനെ വിളിക്കല്? ഓ എന്നെങ്ങനെയാണ് കുട്ടികളൊക്കെ വിളിക്കാറ്? അണ്ണാന്, മണ്ണുണ്ണി, പാമ്പ് അങ്ങനത്തെ ഇരട്ടപ്പേരൊന്നും കിട്ടാൻ പണിയില്ല. പക്ഷെ ചൊറുക്ക് കിട്ടണ കുറച്ച് ടൈപ്പാണ്. അത് ചൊറുക്കന്നെ വേണം. വെറുതെ കിട്ടും, വെറുതെ കിട്ടുന്ന പേരല്ല. അപ്പൊ ചൊറുക്ക് എന്നുള്ള പേര് കിട്ടിയ നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ യുവതിയാണ് നൂറ. എന്താണ് പറയാനുള്ളത്? ആ ഒരു പേര് നിങ്ങൾക്ക് നാമോപദേശം ചെയ്ത് കിട്ടിയതില്? ഒന്നും പറയാനില്ല.
ആ ഒരു പതക്കത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? കുട്ടികൾ തന്ന ഒരു പദവിയിൽ ഹാപ്പി അല്ല? അപ്പൊ അങ്ങനെ നോക്കണ ഇഷ്ടല്ലേ? ഇത് 5ാം ക്ലാസ്സിലാണെങ്കിലും എന്റെ കമ്പനിക്കാർ മൊത്തം 7ാം ക്ലാസ്സിലാണെന്നുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടു. യെസ്, അതെന്താണ് സീനിയേഴ്സിനോട് കമ്പനി അടിച്ചെടുക്കുന്നത്? എന്ത് മൂഡിലാണ്? എല്ലാവർക്കും അറിയുന്ന പറഞ്ഞു ജിന്റെ അനിയത്തിയാണ്. കുട്ടികളൊക്കെ ബ്ലോഗ് കാണലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിൽ നിങ്ങളിപ്പോ പറമ്പ സ്കൂളിന്റെ ഒരു ഷൈനിങ് സ്റ്റാർ ഓഫ് പറമ്പ സ്കൂളാണ് നിങ്ങൾ. യെസ്, ഉഷാറാണ് കാര്യങ്ങളൊക്കെ. എന്താണ് വൈകുന്നേരം ചായക്ക് എന്താണ് കഴിച്ചത് നിങ്ങൾ? നൂഡിൽസ് കഴിച്ചു. നമ്മളെ പോലെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം അല്ലേ? നൂഡിൽസ് തന്നെ അവിടെ ഒന്ന് വേറെ വെക്കുന്നില്ലേ? വെക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നൂറ അവർകൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്തിനാണ് വന്നത്? ഡീടാൻ ചെയ്യാൻ. അപ്പോൾ ഡീടാനിഫിക്കേഷൻ ഞാൻ പണ്ട് നൂറ ചെറിയ കുട്ടിയായപ്പോൾ ഒന്ന് ചെയ്തപ്പോൾ തന്നെ മൂന്തൊക്കെ പടം പൊള്ളി തെളിച്ചു. എപ്പോഴാണ് പിന്നെ ഞാൻ ഇമ്മ കണ്ടത് അപ്ലിക്കബിൾ ടു 18+ ഓൺലി എന്നുള്ളത്. പിന്നെ അന്ന് ആകെ പുറത്തം വിട്ടു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മറ്റേ തണുത്തോളം ഐസ് കട്ടൊക്കെ ഇട്ടോ വരുത്തിയാണ്ട് ബ്യൂട്ടീഷ്യൻ ചെയ്തു. ഞാൻ എൻ്റെ കോഴ്സൊന്നും പഠിച്ചിട്ടില്ലേ. അപ്പം ഇന്നത്തെ ഡീറ്റാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായില്ലേ? നമ്മൾ അതിനനുസരിച്ചുള്ള ചെറിയ കുട്ടിയൊക്കെയുള്ള ക്രീം വാങ്ങി. അപ്പം നൂറ ഓണം പരിപാടിക്ക് ഇങ്ങോട്ട് വെയിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് വേറെ ഞാനും നൂറൊക്കെ എന്ത് ചെയ്തു ഒരുമാതിരി കോലത്തിലായിട്ടുണ്ട്. അതായത് സ്കിന്നൊക്കെ ടൈറ്റായി അങ്ങനെയായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മളിന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തു അല്ലേ? എന്താ നമ്മൾ ചെയ്തത്? ഇങ്ങനെ വിളിച്ചു